In each of the arithmetic sequence below, some of the terms are not written but indicated by circle. Find out these numbers. പേജ് നമ്പർ 15 കുറച്ച് ഒരു 6 അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 1-2 നമ്പേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി നമ്മൾ സർക്കിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സർക്കിൾസിൽ വരുന്ന ടേംസ് അല്ലെങ്കിൽ പദങ്ങൾ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി എഴുതുക. അതാണ് ചോദ്യം. അപ്പോൾ ഈ 6 ചോദ്യങ്ങളിലും തൊട്ടടുത്തടുത്ത സംഖ്യകൾ ചിലത് ഇടവിട്ടുള്ളതാണ് മിസ്സിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 24, 42, -n-. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൃത്യമായ ഒരു സംഖ്യ ആഡ് ചെയ്ത് പോകുന്നതാണല്ലോ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പം അരിത്തമെറ്റിക് സീക്വൻസിനകത്തെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ഇവയ്ക്ക് നമ്മൾ പൊതുവേ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന പേര് ഡി എന്നാണ്. അപ്പോൾ ഡി കണ്ടുപിടിക്കാനുള്ള മാർഗം രണ്ടാം പദം മൈനസ് ഒന്നാം പദം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഡി കണ്ടുപിടിക്കുന്നത്. ഡി കണ്ടുപിടിക്കാൻ സംശയിക്കരുത്. അപ്പോൾ ഏതൊരു സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് ആയ ഡി കിട്ടും. സോ 42 - 24 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 18 എന്ത് കോമൺ ഡിഫറൻസ്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 42ൻ്റെ കൂടെ 18 കൂട്ടി, 42ഉം 18ഉം എത്രയാണ്, 60. 60ഉം 18ഉം 78. ഇതാണ് ഫസ്റ്റിലത്തെ ഡാഷിൽ നമ്മൾ ഫില്ല് ചെയ്യണ നമ്പേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടെത്തുന്നത് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം മനസ്സിലായാൽ ആ പൊതുവ്യത്യാസം എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് എഴുതിയാൽ മതിയാവും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിൽ ഫസ്റ്റ് തന്നെ ഡാഷാണ്, ദെൻ 24, 42 ആൻഡ് ഡാഷ്. അപ്പം നമുക്ക് ഇത് രണ്ടിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം, പൊതുവ്യത്യാസം. ഇപ്പോൾ പറഞ്ഞതുപോലെ പൊതുവ്യത്യാസം നമ്മൾ വിളിക്കുന്ന അക്ഷരം ഡി ആണ്. ഡി കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ ഇവിടെ 42 മൈനസ് 24 എന്ന് പറയുന്നത് 18. അപ്പോൾ കോമൺ ഡിഫറൻസ് 18. അപ്പം ഇങ്ങോട്ടേക്ക് പ്ലസ് 18ഉം ഇങ്ങോട്ടേക്ക് എന്താ ഒരു ഇതിൻ്റെ കൂടെ 18 ആഡ് ചെയ്യുന്നതാണല്ലോ ഈ നമ്പർ. അപ്പം ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, 18 മൈനസ് ചെയ്താൽ മതിയാകും കേട്ടോ. 18 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ നമ്പർ കിട്ടും. സോ 24 നിന്ന് 18 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 6. ദെൻ ഇവിടെ 24, 24ഉം 18ഉം 42, 42ഉം 18ഉം 60 ആഡ് ചെയ്ത് എഴുതിക്കോണം കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ. അടുത്ത തേർഡ് വണ്ണാണ്. തേർഡ് വണ്ണിൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 18. അപ്പോൾ 24 നിന്ന് 18 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 6 കിട്ടും. സോ 6 മൈനസ് 18, 6 നോക്കിക്കേ, 6 മൈനസ് 18. നമുക്ക് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സാധാരണ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 18 നിന്ന് 6 കുറച്ചാൽ 12. ഏതൊരു ചെറിയ സംഖ്യയിൽ നിന്നൊരു വലിയ സംഖ്യ കുറയ്ക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ആൻസറിൽ എന്ത് വരണം, നെഗറ്റീവ് സിമ്പിൾ വരണം. സോ ഇവിടെ ആൻസർ ഈസ് -12. ദെൻ ഈ നമ്പർ തന്നെ 24 ആൻഡ് 42. സോ ഇതാണ് എന്താ സീക്വൻസ് എന്ന് പറയുന്നത്. -12, 6, 24, 42. ഓക്കെ, ഇവിടെ നാലാമത്തെ ചോദ്യത്തിൽ ഫസ്റ്റ് നമ്പർ മിസ്സിംഗ് ആണ്, ദെൻ സെക്കൻഡ് നമ്പർ ഉണ്ട്, തേർഡ് നമ്പർ മിസ്സിംഗ് ആണ്, ഫോർത്ത് നമ്പർ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ നോക്കുക, 24നോടുകൂടി ഒരു ഡി ആഡ് ചെയ്യുമ്പോഴാണല്ലോ ഈ സംഖ്യ കിട്ടുന്നത്, ശരിയല്ലേ? അതുപോലെ ഈ സംഖ്യയോട് വീണ്ടും ഒരു ഡി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഈ സംഖ്യ. അപ്പം ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 2 ഡി അല്ലേ? 2 ഡികൾ കൂട്ടുമ്പോഴാണ് 42. അപ്പം 42 തൊട്ട് 24 വരെ എത്രയുണ്ട്, 42 മൈനസ് 24 എന്ന് പറഞ്ഞാൽ 12, 8, 18 തന്നെ അല്ലേ? ഇവിടുന്ന് 2 നമ്പേഴ്സ് ഒരേ നമ്പർ കൂട്ടുമ്പോഴാണ് എപ്പോഴേ 2 സംഖ്യ ഒരേ 2 നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ 18 കിട്ടുന്നത് എപ്പോഴാണ്? അപ്പോൾ അത് കണ്ടുപിടിക്കുക. 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 18 കിട്ടുമെങ്കിൽ ഒരു സംഖ്യ കിട്ടിയാൽ 18ൻ്റെ പകുതി ചെയ്താൽ പോരെ. സോ 18/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്, 24, 9, 33. 24 നിന്ന് 9 കുറയ്ക്കുക. അപ്പോൾ ഇത് ഒന്നുകൂടെ ടീച്ചർ വ്യക്തമാക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ പിടികിട്ടിട്ടുണ്ടാവില്ല.
ഇവിടെ ഈ ഒരു നമ്പർ കണ്ടുപിടിക്കാനുള്ള മാർഗം വേറൊരു മാർഗം ടീച്ചർ പറയാം. അപ്പോൾ ഒന്ന് അത് പറഞ്ഞല്ലോ, ഈ രണ്ട് നമ്പറും കൂടി, അതായത് ഇത് എ, ഇത് ബി, ഇത് സി ആണെന്ന് ഇത് മറന്നേക്ക്. ഈ ബി കണ്ടുപിടിക്കാനുള്ള മാർഗം, രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കാനുള്ള മാർഗം എയും സിയും കൂടെ കൂട്ടുക, a+c/2. അതായത് ഈ ബി എന്ന നമ്പർ കിട്ടാനുള്ള മാർഗം 24ഉം 42ഉം കൂട്ടി /2, ദാറ്റ് ഈസ് ഈക്വൽ ടു 66/2. അതായത് 33 ആയിരിക്കും. ആര്? ബി എന്ന് പറയുന്ന ആൾ 33 ആണ്. ഇത് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാർഗം. മനസ്സിലായോ? തൊട്ട് മുമ്പ് ടീച്ചർ പറഞ്ഞത് എന്താ? 24 മുതൽ 42 വരെയുള്ള ദൂരം എത്രയാണ്? 18. അപ്പോൾ ആ 18ൻ്റെ നേർപകുതി എടുത്താൽ എത്ര വരും? 9. ആ 9ൻ്റെ ചെയ്താൽ മതി. 24ൻ്റെ കൂടെ 9 കൂട്ടിയാൽ എത്രയാണ്? 24 + 9. നോക്കിക്കേ, 33. 33 + 9 എത്രയാ? 42. ശരിയല്ലേ? അപ്പം നമുക്ക് ഇവിടെ ഏതാണ് കോമൺ ഡിഫറൻസ് എന്ന് മനസ്സിലായി. 33 ആണ്. സോ അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത നമ്പർ എത്ര? 24ൽ നിന്ന് 9 കുറച്ച് ചെയ്ത് 15. 15ഉം 9ഉം 24. 24 9 33. 33 9 42. ഓക്കെ, 4 ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഈ നമ്പർ ഇത് 24 തൊട്ട് ഒരു ഡി ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അവിടുന്ന് ഒരു ഡിയും കൂടെ കൂട്ടുമ്പോഴാണ് 42. അപ്പം 24 + 2 ഡി കൂട്ടുമ്പോഴാണ് നമുക്ക് 42 വരുന്നത്. ഇതൊരു ശരിക്കും സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഇക്വേഷൻ പോലെ എഴുതി ചെയ്യുന്ന കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. 24 മുതൽ 42 വരെയുള്ള ദൂരം 18 ആണ്. അപ്പം 18ൻ്റെ നേർപകുതി എടുത്താൽ 9 കൂട്ടി ഇവിടെ എത്തും, അവിടുന്ന് 9 കൂട്ടി ഇവിടെ എത്തും എന്ന് മനസ്സിലാക്കാനുള്ള ഒരിതുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയാലും ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ ഇത് ടീച്ചർ വെറുതെ വലിയ സയൻറ്റിഫിക് ആയിട്ടൊക്കെ ഇവിടെ എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ 24ൻ്റെ കൂടെ 2 ഡി കൂട്ടുമ്പോൾ 42 കിട്ടുന്നു. സോ 2 ഡി സമം +24 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -24 എന്നാകും. സോ 2 ഡി ഈക്വൽ ടു 18 ആണ്. ഡി ഈക്വൽ ടു 18/2, അതായത് 9. അപ്പോൾ 24 9ഉം എത്രയാണിത്? 33 എന്ന് കിട്ടും. പിന്നെ 42 9ഉം 51 എന്ന് വരും. ഇതാണ് എന്ത്? ആ സീക്വൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മാർഗം എന്തായിരുന്നാ ടീച്ചർ പറഞ്ഞത്? ഈ മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള മാർഗം ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് /2 ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. നോക്ക്, 24 + 42 എത്രയാണ്? 66 വരും. 66ൻ്റെ നേർപകുതി എടുക്കുക, എത്രയാണത്? 33. 33 ആയിരിക്കും ഇത്. അപ്പോൾ 24 9 ആണ് 33 എന്ന് മനസ്സിലായി. 33 9 ആണ് 42 എന്ന് മനസ്സിലായി. 42 9ഉം 51. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. മുമ്പത്തെ സെയിം ഐഡിയ തന്നെ ഉപയോഗിച്ചാൽ മതി. മിഡിൽ ടേം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള മാർഗം 24ഉം 42 ആഡ് ചെയ്ത് /2 ചെയ്താൽ കിട്ടുന്ന ആൻസർ 33. അപ്പോൾ 24 9 ആണല്ലോ 33. 33 9 42. അപ്പോൾ 24 9 കുറച്ചാൽ എത്രയാണ്? 15. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെയും വിവിധങ്ങളായ ഐഡിയകൾ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എഴുതിയാലും പ്രശ്നമില്ല, സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതിയാലും കുഴപ്പമില്ല, മാത്തമാറ്റിക്കൽ എഴുതിയാലും കുഴപ്പമില്ല. ബുദ്ധി ഉപയോഗിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തിയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ടീച്ചർ 1-2 മെത്തേഡ്സ് പറയാം. എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫോളോ ചെയ്യാം. 24നോടുകൂടി ഒരു ഡി ആഡ് ചെയ്യുന്നു, അപ്പോഴാണല്ലോ ഈ സംഖ്യ കിട്ടുന്നത്. അതിനോടുകൂടി വീണ്ടും ഒരു ഡി ആഡ് ചെയ്യുന്നു, അപ്പോൾ ഇത് കിട്ടുന്നു. അതിനോടുകൂടി ഒരു ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നു. അപ്പോൾ എത്ര ഡി ആഡ് ചെയ്തു? 1 ഡി, 2 ഡി, 3 ഡി. 24നോടുകൂടി 3 ഡി ആഡ് ചെയ്താൽ നമുക്ക് 42 കിട്ടും. സോ 3D ഈക്വൽ ടു 42 - 24. 3D ഈക്വൽ ടു കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 18. സോ D ഈസ് ഈക്വൽ ടു 18/3, അതായത് 6. എത്ര കൂട്ടി പോയാൽ മതി? നമുക്ക് 6 ആഡ് ചെയ്ത് പോയാൽ മതി. 24 6ഉം 30, 30 6ഉം 36. ഇതാണ് ഒരു വേ. അടുത്ത വേ എങ്ങനെ നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഡാഷ് രണ്ടും കൊടുത്തു.
നോക്കൂ 24 മുതൽ 42 വരെ എത്ര ദൂരമുണ്ട് നമ്മൾ നോക്കി. 42 - 24 എന്ന് പറയുന്നത് 18ആണ്. അപ്പോൾ ഈ 18നെ എങ്ങനെ കൊടുത്തു? ഇവിടെ 3ആയിട്ട് ഇവിടെ ഒരു ഒന്ന് കൊടുത്തു, ഇവിടെ ഒന്ന് കൊടുത്തു, ഇവിടെ ഒന്ന് കൊടുത്തു. 18നെ 3ആയിട്ട് ഭാഗിച്ചാൽ പോരെ? 18ലെ തുല്യമായിട്ടുള്ള 3 കഷ്ണമാക്കി ഭാഗിച്ചാൽ ഒരു കഷ്ണം എത്രയാണ്? 6. സോ എന്ത് ചെയ്താൽ മതി? ഇവിടെ 6 കൂട്ടി പോവാം. 24 + 6 30, 30 6 36, 36 6 42. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കണം കേട്ടോ. അവരെല്ലാം ക്ലാസ് കാണട്ടെ, അവർക്കൊക്കെ പ്രയോജനപ്പെട്ടെങ്കിൽ നല്ലതല്ലേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ടീച്ചർ വേഗം വരാം.